لنهتدي لولا أن هدانا الله وصلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال تعالى يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا وقال تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നല്ല അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടുകൊണ്ടും അനുസരണ പുലർത്തിക്കൊണ്ടും അവൻ്റെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടും ശ്രദ്ധയോടെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുകയാണ് നമ്മളുടെ ഒക്കെ ബാധ്യതയും ഉത്തരവാദിത്വം. അതിനുവേണ്ടിയാണ് അള്ളാഹു നമ്മളെ പടച്ചത്, ഭൂമിയിലേക്ക് നിയോഗിച്ചത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴങ്ങി ജീവിക്കുന്ന അടിമകൾക്ക് അള്ളാഹു തആല എല്ലാ നന്മകളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ കൽപ്പനകളിൽ നിന്നും അകന്ന് ജീവിക്കുകയോ മാറി നിൽക്കുകയോ ചെയ്യുന്നവർക്ക് അള്ളാഹുവിങ്കിൽ നിന്നും വലിയ താക്കീതുകളും മുന്നറിയിപ്പുകളും നൽകപ്പെട്ടിട്ടുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിപരീതമായ നിലയിൽ ജീവിക്കേണ്ടി വരികയോ അതിനനുസൃതമായ ഒരു ജീവിത സാഹചര്യത്തിൽ നമ്മൾ പെട്ടുപോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും തിരുത്തുന്നതിന് വേണ്ടി, മടങ്ങുന്നതിന് വേണ്ടി, അതിലൂടെ നമുക്ക് സംഭവിച്ചു പോയ കുറവുകളും കുറ്റങ്ങളുമൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പടച്ചവൻ നമുക്ക് പരിശുദ്ധ റമദാൻ തന്നിരിക്കുന്നത്. ഇതൊരു പ്രത്യേകമായ ചികിത്സയുടെ കാലമാണ്, പരിശീലനത്തിൻ്റെ നാളുകളാണ്. ഈ പരിശീലനത്തിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ടത് നമ്മൾ സാധാരണ റമദാനിൽ ഓതിക്കേൾക്കുന്ന വിശുദ്ധ വാക്യത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. നമ്മൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. സൂക്ഷ്മതയുള്ളത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ നിലയിൽ ശ്രദ്ധയോടെ ജീവിക്കാൻ കഴിയുന്ന ആളുകൾ. അങ്ങനെ ആകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നോമ്പിനെ അള്ളാഹു നിയമമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ റമദാനിൽ എല്ലാ ദിവസവും എന്നല്ല, രാത്രിയും പകലും നാം ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തെ സംബന്ധിച്ചിട്ട് ഒരു വിലയിരുത്തൽ നടത്തണം, ഒരു ആത്മപരിശോധന നടത്തണം. ആ ആത്മപരിശോധനയ്ക്ക് വേണ്ടിയാണ് വാസ്തവത്തിൽ ഇങ്ങനെ തഅലീമിൻ്റെ, വഅദിൻ്റെ, നസീഹത്തിൻ്റെ ഒക്കെ സദസ്സുകളിൽ നമ്മൾ വന്നിരിക്കുന്നത്. അല്ലാതെ നമുക്ക് ആകർഷണീയമായ പുതിയ പുതിയ ടോപ്പിക്കുകൾ, സബ്ജക്റ്റുകൾ, വിഷയങ്ങൾ കാതിന് ആനന്ദകരമായ നിലയിൽ ചട്ടപട എന്ന പ്രഭാഷണത്തിൻ്റെ ഭാഷാശൈലിയിൽ പറഞ്ഞു സൂചിപ്പിക്കാനും വേണ്ടി ഒന്നും ആകരുത് നമ്മുടെ പ്രഭാഷണങ്ങൾ, സദസ്സുകൾ, സംസാരങ്ങൾ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയങ്ങൾക്ക് ഒരു തിരിച്ചറിവുണ്ടാകാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഹൃദയങ്ങൾക്ക് ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സദസ്സുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതൊക്കെ കൊണ്ട് പ്രയോജനമുള്ളൂ. ആ നിലയിൽ ആലോചിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിൻ്റെ ഈ പ്രത്യേകമായ പരിശീലനത്തിൻ്റെയും ചികിത്സയുടെയും ഭാഗമായി നമുക്ക് ചില നന്മകളൊക്കെ വർദ്ധിക്കാനുണ്ട്. അതിൽ പ്രധാനമായും 3 കാര്യങ്ങൾ വർദ്ധിക്കണം. ഓരോ ദിവസവും നമ്മൾ ഇരുന്ന് ആലോചിക്കുമ്പോൾ ആ 3 കാര്യങ്ങളിൽ എത്ര കണ്ട് നമുക്ക് വർധനവുണ്ടാകുന്നു എന്ന് പരിശോധിക്കണം. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? അതിൽ ഒന്നാമത്തേത് നമ്മുടെ ഈമാനാണ്, വിശ്വാസമാണ്, തൗഹീദാണ്. റമദാനിൻ്റെ പേരിൽ, നോമ്പിൻ്റെ പേരിൽ, നിസ്കാരത്തിൻ്റെ പേരിൽ, ഖുർആനോത്തിൻ്റെ പേരിൽ, പള്ളിയിൽ പോയി ഇത്തിക്കാഫിരിക്കുന്നതിൻ്റെ പേരിൽ, തഅലീമിൽ പങ്കെടുക്കുന്നതിൻ്റെ പേരിൽ
നമുക്ക് എന്ത് നന്മയുണ്ടാകണം, നേട്ടമുണ്ടാകണം എന്ന് ചോദിച്ചാൽ ആദ്യമായി നമ്മുടെയൊക്കെ ഈമാൻ വർദ്ധിക്കണം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. തീർച്ചയായും മുഅ്മിനീങ്ങളെന്ന് പറഞ്ഞാൽ ആരാണ്? വിശ്വാസികളെന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലദീന ഇദാ ദുകിറല്ലാഹു, അല്ലദീന ഇദാ ദുകിറല്ലാഹു, അവർക്ക് മുമ്പിൽ അള്ളാഹ് എന്ന് പറയപ്പെട്ടാൽ, അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, അള്ളാഹുവിൻ്റെ ഖുദ്റത്തുകളെയും കഴിവുകളെയും ശക്തി വൈഭവങ്ങളെയും അവൻ്റെ കാരുണ്യത്തെയും സംബന്ധിച്ചിട്ടൊക്കെ പറയപ്പെടുമ്പോൾ സാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടേ പോകണം. സാദത്തുഹും ഈമാന അല്ല, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പെടപടയ്ക്കണം. വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പെടപടയ്ക്കണം. അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോഴും പറയുമ്പോഴും നമ്മുടെ ഹൃദയങ്ങൾക്ക് ഒരനക്കമുണ്ടാകണം, ഒരു ചലനമുണ്ടാകണം. അതാണ് ഈമാനിൻ്റെ ലക്ഷണം, അതാണ് മൂമിനിൻ്റെ ലക്ഷണം. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന, അള്ളാഹുവിൻ്റെ വചനങ്ങൾ, പരിശുദ്ധ ഗ്രന്ഥവരികൾ നമുക്ക് മേൽ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈമാനിൻ്റെ തോത് വർദ്ധിക്കണം, അതിൻ്റെ ഗ്രാഫ് ഉയരണം, ഈമാൻ്റെ ഗ്രാഫ് ഉയരണം. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, മൂന്നാമതായി അവരുടെ വിശേഷണം എല്ലാ കാര്യങ്ങളെയും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ അവർക്ക് സാധിക്കണം. എല്ലാ കാര്യങ്ങളെയും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ അവർക്ക് സാധിക്കണം. ഇത് മൂമിനിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് പരിശുദ്ധ റമദാനിൽ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുകയാണ്. നമ്മുടെ ഹൃദയങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മൾ ഖുർആനിൻ്റെ വചനങ്ങൾ ഓതി കേൾക്കുകയാണ്, അതിൻ്റെ അർത്ഥം വെച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈമാൻ എത്ര കണ്ട് വർദ്ധിക്കുന്നു എന്ന് നമ്മൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. ചുരുക്കത്തിൽ പരിശുദ്ധ റമദാനിൽ നമുക്ക് വർദ്ധിച്ചു കിട്ടേണ്ട പ്രധാനപ്പെട്ട 3 നന്മകളിൽ ഒന്നാമത്തേത് നമ്മുടെ ഈമാൻ വർദ്ധിക്കണം. അത് വർദ്ധിക്കുന്നുണ്ടോ എന്ന് എപ്പോഴും നമ്മൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. രണ്ടാമതായി പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമലുകളിൽ, ഇബാദത്തുകളിൽ വർധനവുണ്ടാകണം. ഇബാദത്തുകളിൽ വർധനവുണ്ടാകണം. ഇബാദത്തുകളിൽ വർധനവുണ്ടാകുക എന്ന് പറഞ്ഞാൽ ആവേശത്തോടെ, ആഗ്രഹത്തോടെ, താല്പര്യത്തോടെ അമലുകൾക്ക് തൗഫീഖ് ലഭിക്കണം. അതാണ് ഇബാദത്തിൽ വർധനവുണ്ടാവുക എന്ന് പറയുന്നത്. മടിച്ച് ക്ഷീണം ബാധിച്ച് 1, 2, 3 പ്രാവശ്യമൊക്കെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി, ഒന്ന് തുപ്പി, ഒരു വെള്ളം കുടിച്ച്, 2 വർത്താനം പറഞ്ഞ്, അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ കടിച്ച് പൊടിച്ച് വലിച്ച് നീട്ടി 23 റക്അത്ത് നിസ്കരിച്ചൊപ്പിക്കുക എന്ന് പറയുന്ന ഒരു തറാവീഹിൻ്റെ സിസ്റ്റം ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ പുറത്ത് ബോർഡ് വച്ചിരിക്കുന്നത് കണ്ടു. കൃത്യമായി 9:30 മണിക്ക് തറാവീഹ് നമസ്കാരം അവസാനിക്കുന്നതാണ്, 8:30 മണിക്ക് ഇശാ നമസ്കാരം തുടങ്ങുന്നതാണ്. ഞാൻ മോനോട് പറഞ്ഞു, ആ പള്ളിയുടെ സെക്രട്ടറിയുടെ നമ്പർ എടുത്തിട്ട് അത്യാവശ്യം അദ്ദേഹത്തെ വിളിക്കണം. ഇത് ആദ്യമായി കാണുന്നൊരു ബോർഡാണ്. 8:30 മണിക്ക് ഇശാ നമസ്കാരം ആരംഭിക്കുന്നതാണ്, കൃത്യമായി 9:30 മണിക്ക് നിസ്കാരം അവസാനിക്കുന്നതാണ്, തറാവി നമസ്കാരം അവസാനിക്കുന്നതാണ്. കമ്പ്യൂട്ടറൈസ്ഡ് ലോകം, ഡിജിറ്റൽ ലോകം എന്നൊക്കെ പറയുന്ന ലോകത്ത് നിസ്കാരത്തിലും ഇത്ര ഭയങ്കര അത്യന്താധുനികമായ മാറ്റം വന്നല്ലോ. നിസ്കാരം തുടങ്ങുന്ന സമയം എല്ലാ പള്ളിയിലും എഴുതി വെച്ച് കണ്ടിട്ടുണ്ട്, പക്ഷേ നിസ്കാരം അവസാനിക്കുന്ന സമയം എഴുതി വെച്ച് കണ്ടത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ റമദാൻ മാസത്തിൽ 23 റക്അത്ത് കടിച്ചു പിടിച്ച് വലിച്ച് ക്ഷീണം പിടിച്ച് നിസ്കരിച്ചോളമെന്നൊന്നും ഇസ്ലാമിൽ നിയമമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിൽ തറാവീഹ് നമസ്കാരത്തിൻ്റെ റക്അത്തുകളെ കുറിച്ചിട്ട് ഇപ്പോഴും ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നത്. ഞാൻ എല്ലാ വർഷവും അത് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് 8 ആണോ 11 ആണോ 20 ആണോ അല്ല 40 ആണോ എന്നൊക്കെ തർക്കം വന്നത്? എന്തുകൊണ്ടാണ്? നമ്മുടെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നമസ്കാരം, ഇബാദത്ത്, ആരാധന എന്ന് പറയുന്നത് അതിൻ്റെ അക്കങ്ങളെയും എണ്ണങ്ങളെയും ബാഹ്യമായ നിയമങ്ങളെയും പരിഗണിച്ചുകൊണ്ടല്ല നിശ്ചയിക്കപ്പെട്ടിരുന്നത്. അതിൻ്റെ ഉള്ളിൽ അവിടുന്ന് പ്രകടിപ്പിച്ചിരുന്ന ഖൗഫിൻ്റെയും ഖശിയത്തിൻ്റെയും മാനസിക ബന്ധത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇബാദത്തുകളെ അളന്നിരുന്നത്, തൂക്കിയിരുന്നത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചിട്ട് സഹാബാക്കൾ പറയുന്നുണ്ട്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ വേണ്ടിയിട്ട് കൈകെട്ടുമായിരുന്നു. ലഹു അസീസുൻ കഅസീസിർ റുഹ, ലഹു അസീസുൻ കഅസീസിർ റുഹ, അടുത്തുപോയി നിന്നാൽ നമുക്ക് കാണാൻ കഴിയും, അല്ല കേൾക്കാൻ കഴിയും, ആ നെഞ്ചകത്തു നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വരുന്നതായി. അസീസ്. ചില ഹദീസുകളിൽ ചില സുഹാബാക്കൾ പറയുന്നത് കച്ച് 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 എന്നൊരു ശബ്ദം കേൾക്കുമായിരുന്നു. എന്തിൻ്റെ ശബ്ദമാണ്? കരച്ചിലിൻ്റെ ശബ്ദം. അവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ വാക്കുകളും ഉള്ളുകൊണ്ട് പറയുമ്പോൾ അറിയാതെ ഉള്ളകം പടയ്ക്കുകയും കണ്ണുകൾ നിറയുകയും ആ നിസ്കാരത്തിനൊരു പ്രത്യേക അനുഭൂതി ലഭിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷമുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, സഹാബാക്കൾ നിരന്തരമായി അവിടുത്തോടൊപ്പം സഹവസിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അരികിൽ നിന്നിട്ട് അവർക്ക് കേൾക്കാൻ കഴിഞ്ഞ
ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന കരച്ചിൽ ശബ്ദമുണ്ട്. പക്ഷേ അത്ര കൃത്യമായ നിലയിൽ ആ ശബ്ദം പോലും രേഖപ്പെടുത്തിയ സഹാബാക്കൾ അവിടുത്തെ നിസ്കാരത്തിൻ്റെ എണ്ണത്തെ കൃത്യമായി എണ്ണാനും രേഖപ്പെടുത്താനും ഒന്നും മെനക്കെട്ടില്ല. നിങ്ങൾ എന്ത് വ്യാഖ്യാനിച്ചാലും വേണ്ടിയില്ല. ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ, നമുക്ക് എണ്ണമല്ല വലുത്, വണ്ണമാണ് വലുത്. അള്ളാഹു പരിഗണിക്കുന്നതും അത് തന്നെയാണ്. ചിലപ്പോൾ നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രിയിൽ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിന്നുകൊണ്ട് ഒറ്റ റക്അത്തിൽ നേരം വെളുപ്പിക്കുമായിരുന്നു. അവിടെ പിന്നെ 8, 3, 11, 20, 40 ഒന്നും കണക്ക് നോക്കാൻ ആർക്കാ കഴിയുക പ്രിയപ്പെട്ടവരെ? ഒറ്റ റക്അത്ത് കൊണ്ട് നേരം വെളുപ്പിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം തങ്ങളുടെ പ്രിയങ്കരരായ സഹാബാക്കളിൽ നമുക്ക് ആ പതിവ് കാണാൻ കഴിയും. താബിഈങ്ങളിൽ നമുക്ക് ആ പതിവ് കാണാൻ കഴിയും. ഇമാമിയങ്ങളിൽ, അയിമത്തുൽ മുജ്തഹിദുകളിൽ നമുക്ക് ആ പതിവ് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആ ഇബാദത്ത് നമ്മളുടെ ഉള്ളിൽ തട്ടി സമർപ്പിക്കുന്ന ഒരു ആരാധനാ കർമ്മമായി മാറുമ്പോഴാണ് അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യത ഉണ്ടാവുക, വിലയുണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെയും മറ്റുമൊക്കെ പരിശോധിക്കുമ്പോൾ റമദാൻ മാസത്തിൽ നമുക്ക് ലഭിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ഇബാദത്തിൽ ഇങ്ങനത്തെ നല്ലൊരു മാറ്റം കാണണം, ഒരു അഭിവൃദ്ധി കാണണം, ഒരു പുരോഗതി കാണണം, വർധനവ് കാണണം. അതുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ പരിശോധിക്കണം. 23 റക്അത്ത് സ്ഥിരമായ നിലയിൽ നിസ്കരിച്ച് ശീലിക്കുന്ന ഒരു മുസ്ലിം റമദാനിന് ശേഷവും തൻ്റെ ജീവിതത്തിൽ നിസ്കാരം എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിലെ ഒരു അനുഭൂതിയായി തീരണം, ഒരു നേരം പോക്കാക്കി മാറ്റണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഖുർറത്തു ഐനി ഫിസ്സലാഹ് എന്നാണ്. ഖുർറത്തു ഐനി ഫിസ്സലാഹ്, കണ്ണിന് കുളിർമയാകുന്നത്, കണ്ണിന് കുളിർമയുണ്ടാകുന്നത് നിസ്കാരത്തിലാണ്. നിസ്കരിക്കാൻ വേണ്ടി എന്തിനാണ് കൈകെട്ടുന്നത്? എങ്ങനെങ്കിലും 23 റക്അത്തിൻ്റെ എണ്ണം പൂർത്തീകരിക്കാൻ വേണ്ടി ഒന്നുമല്ല. പിന്നെയോ ഒരു ടൈം പാസിന് വേണ്ടി ഞാൻ നിസ്കരിക്കുകയാണ്, ഒരു ആഹ്ലാദത്തിന് വേണ്ടി നിസ്കരിക്കുകയാണ്, ആനന്ദത്തിന് വേണ്ടി നിസ്കരിക്കുകയാണ്, അനുഭൂതിക്ക് വേണ്ടി നിസ്കരിക്കുകയാണ്. ഖുർറത്തു ഐനി ഫിസ്സലാഹ്, എൻ്റെ കണ്ണിൻ്റെ കുളിർമ നിസ്കാരത്തിലാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് റമദാനിൽ നമുക്ക് വർദ്ധിച്ച് കിട്ടേണ്ടത് പ്രധാനമായും ഈമാനാണ്. ഈമാനിന് ശേഷം അമാലാണ്. അഥവാ ഈമാൻ ശരിയായാൽ അമലുകൾ വർദ്ധിക്കും, അത് സ്വാഭാവികമാണ്. ഈമാൻ ശരിയായാൽ അമലുകളിൽ ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടാകും, രസമുണ്ടാകും, താല്പര്യമുണ്ടാകും. ആ അനുഭൂതി നമുക്ക് ലഭിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ എല്ലാ ദിവസവും ഇരുന്ന് ആലോചിക്കണം, പരിശോധിക്കണം. മൂന്നാമതായി പ്രിയപ്പെട്ടവരെ, ഇൽമു വർദ്ധിക്കണം. ഇൽമു വർദ്ധിക്കണം. റമദാനിൽ കുറേ ദിവസം നമ്മൾ നിസ്കരിച്ചു, ഇബാദത്തെടുത്തു, പള്ളിയിൽ പോയി തഅലീമ് കേട്ടു, പല നിലയിലും പല ആളുകളിൽ നിന്നും പലതും നമ്മൾ കേട്ടു. അതിൻ്റെ പേരിലൊക്കെ നമുക്ക് ഇൽമു വർദ്ധിച്ചോ ഇല്ലേ എന്ന് നമ്മൾ നോക്കണം. ഇൽമു വർദ്ധിച്ചോ എന്ന് നമ്മൾ നോക്കണം. അല്ലാഹു തആല ഇതൊക്കെ നമുക്ക് നല്ല നിലയിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നിലയിൽ നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയും അമലുകൾ വർദ്ധിക്കുകയും ഇൽമു വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള നല്ല നാളുകളാണ്, നല്ല അവസരമാണ്, നല്ല ചാൻസ് ആയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ പരിശുദ്ധ റമദാനിനെ സമർപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ നമ്മൾ പരിശുദ്ധ ഖുർആനിൻ്റെ തുടക്കത്തിൽ നിന്നും ചിലതൊക്കെ പറയാൻ ശ്രമിച്ചു. അല്ലാഹു തആല ഖുർആൻ അവതരിപ്പിച്ചത് തന്നെ മുഅ്മിനീങ്ങളായ നമ്മൾക്ക് നേർമാർഗം നൽകാൻ വേണ്ടിയിട്ടാണ്, മുത്തഖീങ്ങളായ നമ്മൾക്ക് നേർമാർഗം നൽകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നേർമാർഗത്തിനായി പടച്ചവൻ തുറന്നു വച്ചിരിക്കുന്ന ആ പവിത്രമായ പാതയിൽ പ്രഥമമായി നമ്മൾ പഠിക്കാനുള്ളതും ഉൾക്കൊള്ളാനുള്ളതും സ്വീകരിക്കാനുള്ളതും അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ് എന്ന് പറഞ്ഞു. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ തുടക്കം തന്നെ അള്ളാഹുവിനെ പറ്റി പറഞ്ഞുകൊണ്ട് ആരംഭിച്ചത്. രണ്ടാമത്തത് സൂറത്തുൽ ബഖറയാണ്. സൂറത്തുൽ ബഖറ പരിശുദ്ധ റമദാനിൽ നമ്മൾ അധികമായി ഖുർആൻ ഓതണം. ഖുർആൻ ഓതുന്നതിൽ നമുക്ക് വലിയ താല്പര്യമുണ്ടാകണം. ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം നമ്മളെല്ലാവരും 3 ജിസുവെങ്കിലും ഖുർആൻ ഓതണം. 3 ജിസുവെങ്കിലും ഖുർആൻ ഓതണം. ഞാൻ കഴിഞ്ഞ ജുമായിൽ പറഞ്ഞു, സാധാരണ ഇത് കേൾക്കുമ്പം അധിക പേരും വിചാരിക്കാറുള്ളത്, പറയാറുള്ളത് അതൊക്കെ ഉസ്താദന്മാരുടെയും മുത്തഅല്ലിമീങ്ങളുടെയും പള്ളിപ്പണിയെടുക്കുന്ന ആളുകളുടെയും ഒക്കെ ജോലിയാണ്. നമുക്കതിനൊന്നും സമയമില്ല. നമുക്ക് സമയമില്ല എന്ന് മാത്രമല്ല, നമുക്കത് അറിയില്ലല്ലോ, ഓതാൻ അറിയില്ല, അത്ര വേഗത്തിൽ ഓതാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, വളരെ കൃത്യമായി ഈ വിശുദ്ധ റമദാനിൽ നമുക്കൊക്കെ ഒരു ബോധ്യം വരേണ്ടതുണ്ട്. 3 ജിസുവെങ്കിലും ഖുർആൻ ഓതണം. അതിന് സമയം കണ്ടെത്തണം. എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്തുന്നില്ലേ? ഇനി ഒരു പക്ഷേ അറിയില്ലല്ലോ എന്ന് പറയുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ 3 ജിസു ഖുർആൻ ഓതുന്ന അത്രയും സമയമെങ്കിലും എല്ലാ ദിവസവും അത് പഠിക്കാൻ വേണ്ടിയിട്ട് വിനിയോഗിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ശ്രമിക്കേണ്ടത് ആ ഉത്തരവാദിത്വത്തിൽ നിന്നും നമ്മൾ ആരും ഒഴിഞ്ഞു പോകുമെന്ന് ആരും വിചാരിക്കേണ്ട. വഖാല റസൂൽ
وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا إن قوم اتخذوا هذا القرآن مهجورا. നമ്മളോടൊക്കെ അങ്ങേയറ്റം കാരുണ്യം പ്രകടിപ്പിച്ച നമ്മുടെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മഹ്ശറയിൽ എത്തിയിട്ട് ആകെ നമ്മളെക്കുറിച്ചിട്ട് പറയുന്ന ഒരു പരാതി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. വേറെ ഒരു പരാതിയില്ല, അവിടെ ഒരു പരാതിയുമില്ല. എല്ലാ ഇടങ്ങളിലും നമുക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യാൻ, ശുപാർശ ചെയ്യാൻ, നമ്മളെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മളോടൊപ്പം നിൽക്കുന്ന വാപ്പയില്ലാത്ത, ഉമ്മയില്ലാത്ത, സഹോദരിയില്ലാത്ത യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ. അങ്ങനെയല്ലേ? ഉമ്മ ഓടിപ്പോവുകയും വാപ്പ ഓടി മാറുകയും മക്കളും മരുമക്കളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മഹ്ശറയുടെ വൻസഭയിൽ നമുക്കൊപ്പം നിന്ന് നമ്മളെ സഹായിക്കാൻ, ഷഫാഅത്ത് ചെയ്യാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമേ ഉണ്ടാവൂ. പക്ഷെ പ്രിയപ്പെട്ടവരെ, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ സമുദായത്തെക്കുറിച്ചിട്ട്, അവിടുത്തെ അനുയായികളെക്കുറിച്ചിട്ട് അവിടെ പറയാൻ ഒറ്റ ആവലാതിയേ ഉള്ളൂ, ഒറ്റ പരാതിയേ ഉള്ളൂ, ഒറ്റ ആവലാതി. എന്താ ആവലാതി? യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. പടച്ചവനെ, എൻ്റെ ഈ സമുദായം, എൻ്റെ ഈ അനുയായികൾ, നീ എനിക്കിറക്കിത്തന്ന ഈ പരിശുദ്ധമായ വിശുദ്ധമായ വചനത്തെ, ഖുർആനിനെ പഠിക്കുന്നതിൽ നിന്നും പാരായണം ചെയ്യുന്നതിൽ നിന്നും അതനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്നും അവർ അലസന്മാരായിപ്പോയി. ഒറ്റ പരാതി, വേറെ പരാതികളൊന്നുമില്ല. ഈ പരാതിയിൽ നമ്മൾ ആരും പെട്ടുപോകരുത്, നമ്മളെക്കുറിച്ചിട്ട് ആ പരാതി പറയാൻ ഇടവരരുത്. അതുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് ഹാഫിളാകാൻ കഴിഞ്ഞില്ല, ആലിമാകാൻ കഴിഞ്ഞില്ല, ഖുർആൻ നിത്യവും അധികമായി പാരായണം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതൊക്കെ ശരിയാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്നതിൻ്റെ അവസാന നിമിഷം വരെയും അത് പഠിക്കുന്ന പരിശ്രമത്തിലായി, അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന പരിശ്രമത്തിലായി, അധ്വാനത്തിലായി അങ്ങനെ മരിക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എത്ര വലിയ ഭാഗ്യമാണ്. നമുക്ക് പറയാമല്ലോ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മരിച്ചത്. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും ഖുർആനിനെ അടുത്ത് പരിചയപ്പെടാനും നന്നായി അതിനെ ഉൾക്കൊള്ളാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയാണ് വലിയ അധ്യായമായി ആദ്യമായി തുടങ്ങുന്നത്. സൂറത്തുൽ ബഖറ ഫാത്തിഹയ്ക്ക് ശേഷം അലിഫ് ലാം മീം അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. സൂറത്തുൽ ബഖറ. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, അള്ളാഹുവിനെ കുറിച്ച്, പരലോകത്തെക്കുറിച്ചിട്ട്, മറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച്, ഗൈബിയായ കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ തന്നെ വിശ്വസിക്കാനുള്ള പ്രേരണയോടുകൂടിയാണ് വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കണം. സൂറത്തുൽ ബഖറയെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് മഹാത്മ്യങ്ങളും ശ്രേഷ്ഠതകളും പറഞ്ഞിട്ടുണ്ട്. ഒട്ടനവധി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ചിലപ്പോൾ സഹാബാക്കൾ ഇരിക്കുന്ന സദസ്സിൽ അവരെ സംബോധന ചെയ്തുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാ അസ്ഹാബ സൂറത്തുൽ ബഖറ എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. യാ അസ്ഹാബ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ ആളുകളെ, എൻ്റെ സഹാബാക്കളെ എന്ന് പറയുന്നത്, എൻ്റെ സഹാബാക്കളെ അഥവാ സൂറത്തുൽ ബഖറയുടെ ആളുകളെ എന്ന് വിളിക്കുമ്പോൾ അള്ളാഹു നമ്മളെയും ആ കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ. സൂറത്തുൽ ബഖറയുടെ ആളുകളാകാൻ കഴിയണമെന്നാണ്. കഴിയണം എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ബഖറയെ എല്ലാ ദിവസവും സാധിക്കുമെങ്കിൽ പാരായണം ചെയ്യണം. ഏതെങ്കിലും ഒരു വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെട്ടാൽ ആ വീട്ടിൽ നിന്നും പിശാചുക്കൾ വരണ്ടോടിപ്പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ പരലോകത്ത് ഒരു മൂമിൻ ഖുർആനിൻ്റെ ആളായിട്ടാണ് വരുന്നതെങ്കിൽ അവൻ എല്ലാവരും വെപ്രാളത്തിലും ബേജാറിലും ഒക്കെ ഇങ്ങനെ നട്ടം തിരിയുന്ന വേളയിൽ അവൻ്റെ മേൽ തണലിട്ടുകൊണ്ട് രണ്ട് സംഗതികൾ അവതരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. വലതുഭാഗത്ത് സൂറത്തുൽ ബഖറയും ഇടതുഭാഗത്ത് സൂറത്ത് ആല ഇമ്രാനുമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് അധ്യായങ്ങളുടെ ചിറകിലേറിക്കൊണ്ടായിരിക്കും ഒരു മൂമിൻ സമാധാനത്തോടെ പരലോകത്ത് ഇങ്ങനെ സന്തോഷിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു പക്ഷേ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ബഖറയ്ക്ക് എന്തുകൊണ്ടാണ് ഇത്രയേറെ മാഹാത്മ്യം കിട്ടിയത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പ്രധാനമായും നമ്മളെ അത് പറഞ്ഞു പഠിപ്പിക്കുന്നത് നമ്മുടെ രക്ഷിതാവിനെ കുറിച്ചിട്ടാണ്, അള്ളാഹുവിനെ കുറിച്ചിട്ടാണ്. നമ്മളൊക്കെ സാധാരണ കേൾക്കാറില്ലേ, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണ്? ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണ്? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സഹാബാക്കളുടെ കൂട്ടത്തിൽ ഖുർആനിക വിജ്ഞാനത്തിൽ അഗ്രഗണ്യനായിരുന്ന അനുചരനെ അരികിൽ നിർത്തിക്കൊണ്ട് ഒരിക്കൽ ചോദിച്ചു, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണ്? ചോദിക്കുന്നത് മഹാഗുരുവാണ്.
ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും പേരിൽ അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ലല്ലോ, അള്ളാഹു റസൂലുഹു അലം, അങ്ങല്ല കൂടുതൽ അറിയുന്നത്. വീണ്ടും അള്ളാഹിൻ്റെ റസൂൽ ചോദിച്ചു, വീണ്ടും അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി. അപ്പോൾ മനസ്സിലായി അത് ചോദ്യത്തിന് മറുപടി അറിയാഞ്ഞിട്ടല്ല. അങ്ങനെ ഉണ്ടൊരു കുഴപ്പം. നമ്മൾ എവിടെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ വന്നാൽ അറിയാനും അറിയാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിലൊക്കെ അതിന് കൃത്യമായ മറുപടി ഉണ്ട്. എല്ലാവരും അങ്ങ് മറുപടി പറയും. നമ്മളെപ്പോലുള്ള സാധുക്കളൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ പറയൽ, ഞാൻ ഒന്ന് ചോദിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ നോക്കിയിട്ട് പറയാം, പഠിച്ചിട്ട് പറയാമെന്നാണ്. ബാക്കി കുറേ ആളുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ചോദിക്കുന്നതിന് മുമ്പേ നമുക്ക് മറുപടിയാണ്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്, എനിക്ക് തോന്നുന്നത്, നിനക്ക് തോന്നാനാണോ ഈ രണ്ട് കാര്യങ്ങൾ? നീ തോന്നുമ്പോഴല്ലല്ലോ പറയേണ്ടത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഈ ഖുർആനിക പണ്ഡിതൻ എന്ന് സഹാബാക്കൾ വിധി എഴുതിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും മഹാനായ ആ അനുയായി 3 പ്രാവശ്യം എനിക്കറിയില്ല, അള്ളാഹ്ക്കാണ് അറിയാം, അവൻ്റെ റസൂലിനാണ് അറിയാമെന്ന് പറഞ്ഞു. 3-ാമത്തെ പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഫ്ളലു ആയത്തിൻ ഫിൽ ഖുർആൻ, ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ആയത്തുൽ കുർസിയാണ് എന്ന് പറഞ്ഞു. ആയത്തുൽ കുർസിയാണ്. ശരിയാ, നമ്മളൊക്കെ പണ്ടേ പഠിച്ചിട്ടുള്ള, ഓതി പഠിച്ചിട്ടുള്ള, ശീലമാക്കിയിട്ടുള്ള ഒരായത്താണ് ആയത്തുൽ കുർസി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സഹീഹായ ഹദീസിൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി ഓതുന്നത് പതിവാക്കിയാൽ, ഇതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഇടയിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതാണ് ഇൽമു വർദ്ധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണമെന്ന് പറഞ്ഞത്. ഇന്നലെ നമ്മൾ പറഞ്ഞ പ്രസംഗത്തിൽ നമുക്ക് എന്ത് ഇൽമു കിട്ടി, ഇന്ന് പറഞ്ഞ തഅലീമിൽ നമുക്ക് എന്ത് ഇൽമു കിട്ടി, ആ ഇൽമനുസരിച്ച് നമ്മൾ എത്രത്തോളം അമൽ ചെയ്തു, അത് ആലോചിക്കണം നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യൻ ആയത്തുൽ കുർസി പതിവായി ഓതുന്നുവെങ്കിൽ അവന് സ്വർഗത്തിൽ കടക്കാൻ മരണമല്ലാത്ത മറ്റൊരു തടസ്സവുമില്ലെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയത്തുൽ കുർസി സ്ഥിരമായി ഓതിയാൽ, ഒരു ഹദീസിൽ ആയത്തുൽ കുർസി ഓതുക എന്ന് പറഞ്ഞതിനോടൊപ്പം സൂറത്ത് ഇഖ്ലാസ് ഓതണമെന്ന് പറഞ്ഞു. ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ പതിവാക്കണം പ്രിയപ്പെട്ടവരെ. ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി ഒരു പ്രാവശ്യം ഓതി, ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു പ്രാവശ്യം ഓതി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന് സ്വർഗത്തിൽ കടക്കാൻ മരണമല്ലാത്ത മറ്റൊരു തടസ്സവും ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മരിക്കേണ്ട താമസം അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് സ്വർഗത്തിലേക്കായിരിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു. ഒന്ന് മരിക്കാൻ കാത്തു നിൽക്കാണ് ഇവനെ പൊക്കിയെടുത്ത് അവൻ്റെ ആത്മാവിനെ സ്വർഗത്തിലെത്തിക്കാൻ. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അള്ളാഹു ആ നിലയിലുള്ള ഖാത്തിമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ മെനക്കെടുന്നത്, അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പാടുപെടുന്നത്, അതിനുവേണ്ടിയാണ് ഈ ചൂടുള്ള കാലത്ത് നമ്മളിങ്ങനെ നോമ്പെടുക്കുന്നത്. ക്ഷീണം സഹിച്ചിട്ടും നമ്മൾ രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നത് എന്തിനാ? പടച്ചോനെ, എങ്ങനെങ്കിലും എനിക്കും നിന്റെ നല്ല ദാസന്മാർക്ക് നീ കൊടുത്ത സ്വർഗം തരണേ എന്ന പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിൻ അസ്അലുക്കൽ ജന്ന. ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പടച്ചോനെ, എനിക്ക് സ്വർഗം ചോദിക്കാൻ പറ്റുമോ? അതാണ് നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നെ സ്വർഗം ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ ലളിതമായ ഭാഷ പറഞ്ഞാൽ, പടച്ചോനെ, സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നോട് സ്വർഗം ചോദിക്കാനൊന്നുള്ള യോഗ്യത ഒന്നുമില്ല, അർഹതയൊന്നുമില്ല. എന്നാലും നിന്റെ മഹ്ദ് ഫദ്ൽ കൊണ്ട് നിന്റെ നല്ല ദാസന്മാർക്ക് നീ കൊടുത്ത ആ സ്വർഗം എനിക്കും തരണേ. ചോദിക്കാൻ അർഹതയൊന്നുമില്ല, പക്ഷേ ഇറക്കാൻ അർഹതയൊന്നും വേണ്ടല്ലോ പ്രിയപ്പെട്ടതല്ലേ. ഇറക്കാൻ അർഹതയൊന്നും വേണ്ട. അതുകൊണ്ട് അല്ലാഹുവേ, നീ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ പട്ടിണിയിരുന്ന് ദാഹം സഹിച്ച് ക്ഷമിച്ച് നിന്നോട് ഞാൻ ഇറക്കാണ്. എനിക്കും സ്വർഗം തരണേ. അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി ഓതുന്നത് പതിവാക്കിയാൽ അവന് സ്വർഗത്തിൽ പോകാൻ മരണമല്ലാത്ത മറ്റൊരു തടസ്സവുമില്ലെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുൽ കുർസിയാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ശ്രേഷ്ഠത ആ ആയത്തിന് ലഭിച്ചത്? മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ ആരെങ്കിലും പാരായണം ചെയ്താൽ, രാത്രി കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് അവസാനത്തെ 2 ആയത്തുകൾ ആരെങ്കിലും പാരായണം ചെയ്താൽ കഫതാഹു, അവനത് മതി. ആ വാക്കിന് വലിയ അർത്ഥമുണ്ട്. അവനത് മതി, എല്ലാ നിലയിലും അത് മതി. ഉലമാക്കൾ പറയുന്നുണ്ട്, ഭൗതികമായ ആത്മീയമായ എല്ലാ കാര്യങ്ങൾക്കും ആ 2 ആയത്ത് കൃത്യമായി രാത്രിയിൽ പാരായണം ചെയ്യുന്നത് മതിയാകുന്നതാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ
ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത് ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا واعف عنا واغفر لنا وارحمنا وأنت مولانا فانصرنا على القوم الكافرين. ഈ വചനം ആരെങ്കിലും രാത്രിയിൽ ഓതുന്നത് പതിവാക്കിയാൽ അവനത് മതി, വേറെ ഒന്നും വേണ്ടാന്ന്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈ അവസാനത്തെ ആയത്തുകൾക്ക് ഇത്രയേറെ മാഹാത്മ്യമുണ്ടായത്? നമ്മൾ ആലോചിക്കുമ്പോൾ ആയത്തുൽ കുർസിയിൽ അള്ളാഹു പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചിട്ടാണ്. ആമന റസൂലിൽ അള്ളാഹു പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചിട്ടാണ്. അള്ളാഹു അവൻ കഴിവുറ്റവനാണ്, പ്രാപ്തനാണ്, ശക്തനാണ്, അർശിൻ്റെ ഉടയവനാണ്, എല്ലാത്തിനെയും അറിയുന്നവനാണ്, എല്ലാത്തിനെയും നോക്കിക്കാണുന്നവനാണ്. ഒരു നിലയിലും അവൻ ഒരു അശക്തിയുമില്ല, ഒരു കഴിവുകേടുമില്ല. എൻ്റെ റബ്ബ് അങ്ങനത്തെ റബ്ബാണ്. നമ്മളൊന്ന് കാത് തുറന്ന് കൽബ് തുറന്ന് കേട്ട എൻ്റെ റബ്ബ് അങ്ങനത്തെ റബ്ബാണ്. പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നത്? പിന്നെ ഞാനെന്തിനാണ് ആവലാതിപ്പെടുന്നത്, ബേജാറാകുന്നത്, വെപ്രാളപ്പെടുന്നത്? എനിക്കൊരു റബ്ബുണ്ട്. എൻ്റെ റബ്ബ് എല്ലാത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അവൻ എപ്പോഴും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, കഴിവുറ്റവനാണ്. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. സാധാരണഗതിയിൽ നമ്മളെ അങ്ങേയറ്റം സ്നേഹിച്ച് താലോലിച്ച് പോറ്റി വളർത്തുന്ന ഉമ്മമാര് നമ്മളെ പൊക്കിക്കൊണ്ട് നടക്കുക. ഇപ്പോൾ അടുത്ത സമയത്ത് ഒരു സഹോദരൻ്റെ കുഞ്ഞ് മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും വേണ്ടിയിട്ട് അരികിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കരച്ചിലിൻ്റെ മുമ്പിൽ നമ്മളൊക്കെ പരാജയപ്പെട്ടു. ആശ്വസിപ്പിക്കാനാണ് നമ്മൾ പോയതെങ്കിലും നമ്മളുടെ മനസ്സിൻ്റെ സമനില തെറ്റിയിട്ടാണ് വന്നത്. ഒരു കുഞ്ഞ് മരണപ്പെടുമ്പോൾ ആ മനുഷ്യൻ അഥവാ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹവും ഇങ്ങനെ വാവിട്ട് വീണ്ടും 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 കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞ് ജന്മന ആരോഗ്യ പ്രശ്നമുള്ള കുട്ടിയാണ്. ആ കുട്ടിക്ക് വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളോട് കൂടിയാണല്ലോ നമ്മുടെ ഇടയിൽ പല കുഞ്ഞുങ്ങളും ജന്മം കൊള്ളുന്നത്. അള്ളാഹു നമുക്കൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നുള്ള കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാർ, ഉമ്മവാപ്പമാരിൽ നിന്നും രോഗികളായി കഴിയുന്നവർക്കൊക്കെ അള്ളാഹു പൂർണ്ണ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ജന്മന ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു. ഡോക്ടർമാർ പ്രത്യേക പരിചരണം നൽകണമെന്ന് നിർബന്ധിച്ചു. അവർ വീട്ടിലേക്ക് ആ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്തയക്കുമ്പോൾ മാതാവിനോടും പിതാവിനോടും പ്രത്യേകം പറഞ്ഞത്, അതാ ഇന്ന എക്യുപ്മെൻസുകളൊക്കെ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ആ കുട്ടി സ്വന്തമായി ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിലും മറ്റുമൊക്കെ ചെറിയ വിഷമമുള്ള ആളാണ്. നിങ്ങൾ അശ്രദ്ധമായി പോയാൽ ചിലപ്പോൾ കുഞ്ഞിന് അപകടം ഉണ്ടാവും. സ്വാഭാവികമായും പ്രിയപ്പെട്ടവരെ, വാപ്പയാണ്, ഉമ്മയാണ്. ആ വാപ്പയും ഉമ്മയും നമ്മളെ പോറ്റി വളർത്താൻ വേണ്ടിയിട്ട് മെനക്കെട്ടത് എത്രയേറെ ആയിരിക്കുമല്ലേ. ഇന്നത് നമുക്കൊരു പക്ഷേ മനസ്സിലാകുന്നുണ്ടാകും നമ്മുടെ മക്കളെ നമ്മൾ പോറ്റുമ്പോൾ, അല്ലേ? നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് മെനക്കെടുമ്പോൾ, അവരുടെ ആശകളും ആഗ്രഹങ്ങളും ഒക്കെ പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി അവരുടെ പിന്നാലെ നടക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുത എന്താണെന്നറിയാം. എൻ്റെ വാപ്പ എന്നെ എങ്ങനെ പോറ്റി, എൻ്റെ ഉമ്മ എന്നെ എങ്ങനെ പോറ്റി. ഉമ്മയും ബാപ്പയും ആ മകന് വേണ്ടി, ആ കുഞ്ഞിന് വേണ്ടി രാപ്പകലില്ലാതെ ഉറക്കമൊഴിഞ്ഞു. സ്വാഭാവികമായും ആദ്യം കുറേ ബന്ധുക്കളും ആളുകളും ഒക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ. പിന്നെ ദിവസം കഴിയുന്തോറും ഓരോരുത്തർ ഒഴിഞ്ഞ് വാപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും മാത്രമായപ്പോൾ അവർ രണ്ടുപേരും ഒരു തീരുമാനമെടുത്തു. നമ്മൾ ഇങ്ങനെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങാനും രണ്ടാളും ഒന്നിച്ചുറങ്ങിപ്പോയാലോ. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, മണിക്കൂർ നിശ്ചയിച്ചിട്ട് നമുക്ക് രണ്ടർക്കും മാറി ഉണർന്നിരിക്കാം. അങ്ങനെ ആ പാവം ഭാര്യയും ഭർത്താവും ഈ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തങ്ങളുടെ സ്വന്തം ഉറക്കത്തെയും മറ്റിനെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, ത്യാഗം ചെയ്തുകൊണ്ട് കുഞ്ഞിന് വേണ്ടി ഉറക്കമൊഴിഞ്ഞു. പടച്ചവൻ്റെ ഖളഹാണ്, പടച്ചവൻ്റെ തീരുമാനമാണ്. ആ മരണപ്പെടുന്ന പാതിരാത്രിയിൽ 12 മണിക്ക് അതുവരെയും രണ്ടുപേരും നല്ല ബോധത്തിലായിരുന്നു, ശ്രദ്ധയിലായിരുന്നു, ഓർമ്മയിലായിരുന്നു. ആ മനുഷ്യൻ ആ സമയത്ത് നമ്മളെ കെട്ടിപ്പിടിച്ച് കരയുന്നത്, ഞാൻ ആ സമയത്ത് ഒന്ന് ഉറങ്ങിപ്പോയി, എൻ്റെ ഊഴമായിരുന്നു. ശരിയാ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് അങ്ങേയറ്റത്ത് സ്നേഹവും മുഹബത്തും വാത്സല്യവും ഒക്കെ ഉണ്ട്. പക്ഷേ
ഉമ്മ മനസ്സ്, അമ്മ മനസ്സ് ആ കുഞ്ഞിന് വേണ്ടി ഉണർന്നിരിക്കുന്നത് പോലെ ഒരിക്കലും ചിലപ്പോൾ നമുക്ക് ഉണർന്നിരിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. ഞാനും ഭാര്യ ഒന്നിച്ച് ഉറങ്ങാമെന്ന് വിചാരിച്ചോ, നമ്മുടെ അരികിലൊരു കൊച്ചു കുഞ്ഞുണ്ടെന്ന് വിചാരിച്ചോ, കൊച്ചു കുഞ്ഞ് നമ്മളോടൊപ്പം കടന്നുറങ്ങുകയാണ്. പാതിരാത്രിയിൽ ആ കുഞ്ഞ് ഒന്ന് കരഞ്ഞ് ശബ്ദം വെച്ചാൽ നമ്മൾ കേട്ടു, അടുത്ത് കിടക്കുന്ന ഭാര്യ അത് കേട്ടില്ല. നമ്മളെന്താ ചെയ്യുക? സാധാരണഗതിയിൽ അധിക ആളുകൾ എന്താ ചെയ്യുക? ഉറങ്ങിക്കിടക്കുന്ന ഭാര്യ അത് കേട്ടില്ല, പാവം അവൾ ക്ഷീണം ബാധിച്ച് ഉറങ്ങുകയാണ്. കുഞ്ഞ് കരയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക പ്രിയപ്പെട്ടവരെ? എന്നാൽ പിന്നെ ഞാൻ വേഗം ആ കുഞ്ഞിനെടുത്ത് ഭാര്യ ഉറങ്ങിക്കോട്ടെ, ഓക്ക് ഡിസ്റ്റർബ് ആകണ്ട, അപ്പുറത്തെ മുറിയിലേക്ക് പോയേക്കാം എന്ന് പറഞ്ഞ് കുഞ്ഞിനെടുത്ത് ഓടണം. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃക. അതാണ് ഹബീബായ മുത്തിൻ്റെ മാതൃക. പക്ഷെ നമ്മളിൽ അധിക പേര് എന്താ ചെയ്യുക? അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അരികിൽ ഉറങ്ങിക്കിടക്കുന്ന ഓളെ നമ്മൾ തട്ടി വിളിക്കും, എണീക്ക്, ഇത്ര നേരം കുഞ്ഞ് കരയുന്നു, എണീക്ക്. എന്നാൽ ഓക്ക് തിരിച്ചു ചോദിക്കാമല്ലോ, എന്താ ഞാൻ അങ്ങനെ ഉദ്യോഗം ഏറ്റെടുത്തിനാ, ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാടക വാങ്ങിക്കുന്നുണ്ടോ, ശമ്പളം വാങ്ങിക്കുന്നുണ്ടോ, അങ്ങനെ ഉണർന്നെഴുന്നേറ്റാൽ നിങ്ങൾക്ക് നോക്കിക്കൂടെ? അങ്ങനെ ചോദിക്കുന്ന പുതിയ യുഗത്തിലെ പെണ്ണുങ്ങളുണ്ട്. നമ്മുടെ ഒന്നും ചെറുപ്പത്തിൽ അങ്ങനെ ഒരു പെണ്ണും ചോദിച്ചിട്ടില്ല, ഒരു ഉമ്മയും ചോദിച്ചു. ഇപ്പോൾ അതൊക്കെ ചോദിക്കാൻ തുടങ്ങി. ചോദിക്കണമെന്ന് സമൂഹത്തിൻ്റെ വൃത്തികെട്ട നയരൂപം അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം നമുക്കുമില്ല അവകാശമൊന്നും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ ഉമ്മ മനസ്സ്, അമ്മ മനസ്സ് ആ കുഞ്ഞിൻ്റെ ആവശ്യത്തെ സംബന്ധിച്ചിട്ട് ചിന്തിച്ചുകൊണ്ട് ഉണർന്നിരിക്കുമ്പോൾ അവക്കൊരിക്കലും ഉറങ്ങാൻ കഴിയില്ല, ഉറക്കം വരികയേ ചെയ്യില്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. 8 വയസ്സ് പ്രായം വരെയും ഒരു കുഞ്ഞിനെ ആരോഗ്യ പ്രശ്നത്തോടു കൂടി പോറ്റിയ ഒരു മാതാവും പിതാവും. 8 വയസ്സായി. 8 വയസ്സ് വരെ ആ കുഞ്ഞിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിടന്നിടത്തുനിന്ന് എഴുന്നേക്കാറില്ല. ആ കുഞ്ഞിന് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ കുഞ്ഞിന് ഏറ്റവും വലിയൊരു പ്രശ്നമുള്ളത് എപ്പോഴും ഇങ്ങനെ ശരീരം ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും, മാന്തിക്കൊണ്ടേയിരിക്കും. ഉമ്മയും ബാപ്പയും ഇതുപോലെ ഊഴനിശ്ചയിച്ച് അരികിലിരുന്ന് കുഞ്ഞിൻ്റെ ശരീരം ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കുക. ഇതാണ് അവരുടെ ജോലി. എന്താ വാപ്പാക്ക് ജോലി എന്ന് ചോദിച്ചാൽ ചൊറിയല, എന്താ ഉമ്മക്ക് ജോലി എന്ന് ചോദിച്ചാൽ ചൊറിയല. പറയാൻ ഭയങ്കര എളുപ്പമുണ്ട്. 8 വയസ്സ് വരെ ആ കുഞ്ഞിനെ അവർ പോറ്റി. 8ാമത്തെ വയസ്സിൽ ഒരു പാതിരാത്രിയിൽ ആ കുഞ്ഞ് മരണപ്പെട്ടു. എന്നെ വളരെ വേദനയോടെ ദുഃഖത്തോടെ ആ സഹോദരൻ വിളിച്ചു പറഞ്ഞു. എനിക്കിങ്ങനത്തെ വലിയ ഈ വിഷയം പെട്ടെന്നുള്ള മരണങ്ങളും മറ്റുമൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അങ്ങ് തളർന്നു പോകും. പൊതുവെ എനിക്കുള്ളൊരു ബലഹീനതയാണ്. പക്ഷേ ഞാൻ അടുത്ത ദിവസം രാവിലെ ഉണർന്നെഴുന്നേറ്റ് അല്പം ദൂരെയാണെങ്കിലും ആ വീട്ടിലേക്ക് യാത്ര ചെയ്തു. എന്തിനാണെന്നറിയോ പ്രിയം? എൻ്റെ മനസ്സിൻ്റെ ഒരു കുസൃതി, ഒരു കൗതുകത്തോടു കൂടിയുള്ള ഒരു അന്വേഷണ മനസ്സുമായിട്ടാണ് ഞാൻ പോയത്. ഞാൻ വിചാരിച്ചു, പടച്ചവനെ, 8 വർഷമായില്ലേ പാവങ്ങൾ രാത്രിയും പകലും ഉറങ്ങാതെ കുഞ്ഞിനെ പോറ്റി അരികിലിരുന്നു കൊണ്ട് ആ കുഞ്ഞിനെ താലോലിക്കുന്നു. സ്വാഭാവികമായും ഈ കുഞ്ഞ് മരിക്കുമ്പോൾ അവർക്കെന്താ കിട്ടേണ്ടത്? ചെറിയൊരു ആശ്വാസം കിട്ടൂലേ? നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ആ കുട്ടീൻ്റെ ഉമ്മ അല്ലാത്തത് കൊണ്ട്, ആ കുട്ടീൻ്റെ ഉപ്പ അല്ലാത്തത് ഒരു ആശ്വാസം കിട്ടൂലേ, ഒരു സമാധാനം കിട്ടൂലേ? ഏതായാലും ആ കുഞ്ഞ് ഇങ്ങനെ കിടന്നാൽ എത്ര നാൾ കിടക്കാനാ? അതുകൊണ്ട് പോയതിൻ്റെ പേരിൽ ഒരു ആശ്വാസം കിട്ടുമോ, സമാധാനം കിട്ടുമോ, ഇന്നെങ്കിലും ആ കുടുംബത്തിനെ സമാധാനത്തോടെ കാണാൻ കഴിയുമോ? ആ ഒരു അറിയാനുള്ള ത്വരയുമായിട്ടാണ്, ജിജ്ഞാസയുമായിട്ടാണ് ഞാൻ അവിടെ പോയത്. ഞാൻ അവിടെ പോയപ്പോൾ ഉള്ളിൽ നിന്നും ആ ഉമ്മയുടെ വാവിട്ട കരച്ച്, എൻ്റെ കുഞ്ഞു പോയി. ഞാൻ അടുത്ത ദിവസവും പോയി പ്രിയപ്പെട്ടവർ. അപ്പോഴും ആ തള്ള കരയുക. ഏത് കുഞ്ഞാണ് പോയത്? 8 വർഷക്കാലം എൻ്റെ ഉറക്കം കെടുത്തിയ എൻ്റെ കുഞ്ഞ് എന്നെ വിട്ടുപോയി. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. 8 വർഷക്കാലം എൻ്റെ ഉറക്കം കെടുത്തിയ എൻ്റെ കുഞ്ഞ് എന്നെ വിട്ടുപോയി. അതിനെനിക്ക് ആശ്വാസമല്ല, എനിക്ക് സമാധാനമല്ല. എൻ്റെ കുഞ്ഞ് അവൻ എൻ്റെ കുഞ്ഞാകുമ്പോൾ ആ കുഞ്ഞിനോടുള്ള എൻ്റെ അമിതമായ അടുപ്പവും സ്നേഹവും അങ്ങനെയാണ്. ഉമ്മയുടെ മനസ്സങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, സ്വാഭാവികമായും ഈ നേരത്തെ പറഞ്ഞ ആ സഹോദരൻ്റെ വേദനയും വിഷമവും കുഞ്ഞിനോടൊപ്പം അവനെ താലോലിച്ച് അവൻ്റെ ആത്മാവിനെയും അവൻ്റെ ജീവനെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉറക്കമൊഴിഞ്ഞ് ഉമ്മയും ബാപ്പയും മാറിയിരുന്നു. ഞാനൊരല്പം ഉറങ്ങിപ്പോയി, എൻ്റെ കുഞ്ഞു പോയി. ഇനി എത്ര കാലം മരിച്ചാലും എൻ്റെ ഈ ദുഃഖം മാറുമോ? ഇവിടെയാണ് ആയത്തുൽ കുർസി ഓതുമ്പോൾ നമ്മൾ അർത്ഥമറിഞ്ഞ് ഓതേണ്ടത്. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. പറയുമ്പോൾ വലിയ എളുപ്പമാണ്, അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ ആഴം നമ്മൾ പഠിക്കണം. അള്ളാഹു എൻ്റെ റബ്ബ് അവൻ ആരാണെന്നറിയോ? അവന് രാത്രിയും പകലും എല്ലാ നാളുകളിലും നേരങ്ങളിലും ഒരുപോലെ അവൻ്റെ ആരോഗ്യം ഹയ്യുൻ ഖയ്യൂമാണ്. അവൻ ഹയ്യാണ്, ഖയ്യൂമാണ്. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. അവൻ ഒരിക്കലും ഉറക്കം ബാധിക്കുന്നില്ല, മറവി ബാധിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ വിചാരിക്കും വെറുതെ പറഞ്ഞതല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായി ജീവിതാനുഭവത്തെ അതിനോട് ചേർത്ത് വെച്ച് അർത്ഥം വെക്കാൻ ശ്രമിച്ചത്. നമ്മുടെ റബ്ബ് അങ്ങനത്തെ കഴിവുറ്റവനാണ്, പ്രാപ്തനാണ്,
ശക്തനാണ്, ആ റബ്ബിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, ആ റബ്ബാണ് എനിക്ക് സമാധാനം തരാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എന്തിനാണ് ബേജാറാവുന്നത്? ഒരു വിമാനം യാത്രയിലാണ്, അതിൽ കുറേ യാത്രികരുമുണ്ട്. ആ വിമാനം വളരെ വേഗത്തിൽ അധികം ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പൈലറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു അനൗൺസ്മെൻറ്റ് വന്നു. അങ്ങനെയാണല്ലോ ചിലപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് വരും. നമ്മൾ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഈ ആകാശം, അന്തരീക്ഷം വളരെ കലുഷിതമാണ്, സാഹചര്യമൊക്കെ മാറി, പല കാരണങ്ങളാലും അന്തരീക്ഷ സാഹചര്യം മോശമാകാറുണ്ടല്ലോ. വിമാനം അപകടത്തിലാണ്, വിമാനം സുഖകരമായ നിലയിൽ പറത്താൻ കഴിയില്ല, അപകടത്തിലാണ്. അപ്പം സാധാരണ ഈമാനുള്ള നമ്മുടെയൊക്കെ ഭാഷയിലാണെങ്കിൽ എല്ലാവരും ദ്വാരന്നോളുക, കലിമ പറഞ്ഞോളുക, പടച്ചോനെ വിളിച്ചോളുക, സഹായിക്കാൻ അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല. പിന്നെ അധികവും ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അങ്ങനെയൊന്നും പറയാൻ അറിയാത്തത് കൊണ്ട് മറ്റു പല ഭാഷകളും അവർ പറയും. ഏതായിരുന്നാലും ഇനി നമ്മുടെ പിടിയിൽ നിന്ന് പോയി പടച്ചോൻ്റെ പിടിയിലാണ്, വിമാനം അപകടത്തിൽപ്പെടാൻ പോവാണ്. അങ്ങനെ സൗണ്ട് കേൾക്കുന്നു, ഒലച്ചിൽ കേൾക്കുന്നു, ശബ്ദം കേൾക്കുന്നു, ബേജാറാവുന്നു. മുസ്ലിമീങ്ങളായ ആളുകൾ അള്ളാഹ് 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 എന്ന് വിളിക്കുന്നു. വിമാനത്തിൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്ത വെപ്രാളവും അന്തരീക്ഷവും. എല്ലാ യാത്രികരും ഇത് മനസ്സിലാക്കിയിട്ട് ബേജാറിലാണ്. ഓരോരുത്തരും അവരവരുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക, വെപ്രാളപ്പെടുക. അപ്പം യാത്രക്കാരുടെ കൂട്ടത്തിൽ ഒരു ചെറിയ കുട്ടിയുണ്ട്. അവൻ ഇങ്ങനെ ഇരുന്ന് അവൻ്റെ കളിപ്പാട്ടങ്ങളെ വെച്ചുകൊണ്ട് കളിക്കുന്നു. അവനിതൊന്നും തലയിൽ കയറുന്നില്ല. അവനിതൊന്നും തലയിൽ കയറുന്നില്ല. ആ സമയത്ത് അവൻ കളിപ്പാട്ടത്തിൽ കളിക്കുകയാണ്, ചിരിക്കുകയാണ്, ഒച്ച വെക്കുകയാണ്, ബഹളം വെക്കുകയാണ്. ഇത് കണ്ടു നിന്ന ആളുകൾ, നമുക്ക് സഹിക്കും അത്. എടാ, വിമാനം മൊത്തത്തിൽ തകർന്ന് കത്തി ചാമ്പലാകാൻ പോവാ, ഈ സമയത്തെങ്കിലും നിനക്ക് ഈ കളിയും കോപ്പും ഒക്കെ ഒന്ന് മതിയാക്കിയിട്ട് സ്വസ്ഥമായിട്ടിരുന്നൂടെ, സമാധാനമായിട്ടിരുന്നൂടെ? ചില ആളുകൾ ആ കുഞ്ഞിനെ കുറ്റപ്പെടുത്തി. ആ കുഞ്ഞിനോട് ഈ നിലയിൽ വർത്തമാനം പറഞ്ഞപ്പോൾ അവൻ വളരെ ലളിതമായ നിലയിൽ തിരിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളെപ്പോലത്തെ ബേജാറൊന്നുമില്ല, എനിക്ക് നിങ്ങളെപ്പോലത്തെ എന്താ ബേജാറില്ലാത്തത്? വിമാനം തകരാൻ പോവാണ്, വിമാനം കത്താൻ പോവാണ്, ചാമ്പലാകാൻ പോവാണ്, നിനക്കെന്താ ബേജാറില്ലാത്തത്? പ്രിയപ്പെട്ടവരെ, ആ കുട്ടി പറഞ്ഞു, എനിക്കൊരു ബേജാറുമില്ല. എന്താ കാരണമെന്നറിയോ? ഈ വിമാനം ഓടിക്കുന്ന പൈലറ്റ് എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛനെക്കുറിച്ചിട്ട് എനിക്ക് നല്ല വിശ്വാസമാണ്. അച്ഛൻ പിടിക്കുന്ന സ്റ്റിയറിങ് ഒരിക്കലും അപകടത്തിൽപ്പെടാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ സമാധാനത്തിലിരിക്കുന്നത് എന്നാണ്. സംഗതി കഥയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിക്കണം. ആയത്തുൽ കുർസി ഓതുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൽ വരേണ്ട ഒരു വിശ്വാസം ഇതാണ്, ഒരു വിചാരം ഇതാണ്: എൻ്റെ റബ്ബ് എന്നെ നോക്കിക്കോളും, എൻ്റെ കാര്യങ്ങൾ നടത്തി തന്നോളും. എൻ്റെ റബ്ബിന് എന്നെ നോക്കി നടത്തുന്നതിൽ ആരുടെയും സഹായം ആവശ്യമില്ല. അതുകൊണ്ട് എനിക്കൊരു ബേജാറുമില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ ഈ വചനങ്ങളെ ഓരോന്നിനെയും നമുക്ക് പരിചയപ്പെടുത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്. ആയത്തുൽ കുർസിയിൽ അതാ പറയുന്നത്. സാധാരണഗതിയിൽ ഉലമാക്കൾ പറയാറുണ്ട്, സൂറത്തുൽ ബഖറ എല്ലാ ദിവസവും ഓതാൻ ശ്രമിക്കണം, വീടുകളിൽ ഓതണം. ഇനി ഒരു പക്ഷേ സൂറത്തുൽ ബഖറ പൂർണ്ണമായ നിലയിൽ ഓതാൻ കഴിയുന്നില്ലെങ്കിൽ സൂറത്തുൽ ബഖറയുടെ പ്രധാനപ്പെട്ട ചില ആയത്തുകളെങ്കിലും എല്ലാ ദിവസവും നമ്മൾ സ്ഥിരമായി പതിവാക്കണം. ഞാൻ നേരത്തെ ഓതിയ അലിഫ് ലാം മീം എന്ന് തുടങ്ങി ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ വരെ ഓതുക. പിന്നെ അത് കഴിഞ്ഞാൽ വ ഇലാഹുക്കും ഇലാഹു വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം എന്ന് ഓതുക. വ ഇലാഹുക്കും ഇലാഹു വാഹിദ് ലാ ഇലാഹ ഇല്ല. അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത്. വ ഇലാഹുക്കും ഇലാഹു വാഹിദ് ലാ. പേടിക്കാനൊന്നുമില്ല, വിഷമിക്കാനൊന്നുമില്ല. ആര് നമ്മളെ കണ്ണുരട്ടി പേടിപ്പിച്ചാലും നമ്മൾ പേടിക്കൊന്നും വേണ്ട. എന്താ കാരണം? നമുക്ക് ഒരു രക്ഷിതാവുണ്ട്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആര് കണ്ണുരട്ടി പേടിപ്പിച്ചാലും, അമേരിക്കയുടെ പ്രസിഡന്റ് നമ്മുടെ നേരെ കണ്ണുരുട്ടിയിട്ട് തീരുവ അങ്ങനാക്കും, തീരുവ ഇങ്ങനാക്കും എന്നൊക്കെ പറഞ്ഞാലും ഒന്നും എനിക്ക് പ്രശ്നമല്ല. എന്താ കാരണം? ഞാനിങ്ങനെ ജീവിതത്തിൻ്റെ അടിച്ചുപൊളിയിൽ, അതിൻ്റെ അതിപ്രസരത്തിൽ, അനാവശ്യങ്ങളിൽ, ആഭാസങ്ങളിൽ മുഴുകിങ്ങനെ കഴിയാണ്. ഭൂമിയിൽ എന്ത് പുകച്ചുരുളുകൾ ഉണ്ടായാലും ഞാനതൊന്നും അറിയുന്നില്ല. ഞാനിങ്ങനെ കയ്യിലിട്ട് തിരുമി നാവിൻ്റെ അടിയിൽ വെക്കുന്ന സാധനത്തിൽ ഇങ്ങനെ മുഴുകി ജീവിക്കുക. അതുകൊണ്ടാണ് എനിക്ക് പ്രശ്നമില്ലാത്തതെന്ന്. അപ്പോൾ പൊതുവെ അങ്ങനെയാണല്ലോ പറയാം. പ്രിയപ്പെട്ടവർ, അങ്ങനല്ല. ഭൂമിയിൽ ഏത് ശക്തികൾ നിങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിച്ചാലും അവരുടെ മുമ്പിലൊന്നും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? വഇലാഹുക്കും ഇലാഹു വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. വഇലാഹുക്കും ഇലാഹു വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. നമ്മൾ പറഞ്ഞെടുത്തൊരു കാര്യം വളരെ കൃത്യമായി അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമുക്കൊരു രക്ഷിതാവുണ്ടെന്ന് നമുക്ക് ബോധ്യമുണ്ട്.
ആ രക്ഷിതാവ് കഴിവുറ്റവനാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഒപ്പം പ്രിയപ്പെട്ടവരെ, ആ രക്ഷിതാവ് എന്നോടൊപ്പം നിൽക്കുമെന്ന് ഉറപ്പുവരുത്താനും നമ്മൾ മറക്കരുത്. അതാണ് സംഗതി. അള്ളാഹു ഉണ്ട്, സംശയമൊന്നും വേണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽക്കിനെ സഹായിച്ചു ബദറിന്റെ രണാങ്കണത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹാബത്തിനെയും സലഫു സാഹിലീങ്ങളെയും ഒക്കെ സഹായിച്ചു. വമ്പന്മാരുടെ മുമ്പിൽ, റോമയുടെയും കൈസറിന്റെയും കിസ്റയുടെയും ഒക്കെ മുമ്പിൽ സഹായിച്ചു. ശരിയാണ്. പക്ഷെ നമ്മളെ എന്തുകൊണ്ടാണ് സഹായിക്കാത്തത്? ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുന്നില്ല അല്ലേ? കേൾക്കുന്നതന്നെയല്ലേ? ഇന്നലെ പറഞ്ഞതുപോലെ വെറും പറച്ചിൽ മാത്രമല്ലല്ലോ. അള്ളാഹു കേൾക്കാനും മനസ്സിലാക്കാനും അമൽ ചെയ്യാനും ഒക്കെ നമുക്ക് തൗഫീഖ് തരുമാറാണ്. ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനത്തെ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹു ഇന്ന് നമ്മളെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുകളെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. മഹാനവറുകൾ ലോകം ഭരിച്ചവരാണ്. നാട് ഭരിച്ചു എന്ന് പറയുന്നതിൻ്റെ അപ്പുറം ലോകം ഭരിച്ചവരാണ്. എപ്പോഴാണ് കിസ്രയും കൈസറും റോമയും ഒക്കെ ഉമറിൻ്റെ കാൽക്കീഴിൽ അമർന്നത്, ഉമറിൻ്റെ ചൊൽപ്പടിക്ക് മുമ്പിൽ മുട്ടുമടക്കിയത്? എപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു അവറുകളുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്നത്? എപ്പോഴാണ്? ഈ റോമ, കൈസർ, കിസ്ര എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ പേർഷ്യ, അന്നത്തെ ഈ പറയുന്ന രാഷ്ട്രങ്ങളൊക്കെ ഇന്നത്തെ റഷ്യയും ചൈനയും അമേരിക്ക എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ്. അതിൽ സംശയമൊന്നും വേണ്ട. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ കാൽക്കീഴിൽ അവരൊക്കെ അടിയറവ് പറഞ്ഞത്? ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ, കുട്ടികൾക്ക് പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകൾ ജീവിത വിശുദ്ധിയിൽ ചരിത്രം സൃഷ്ടിച്ചവരാണ്. ഈമാനിൻ്റെ വിഷയത്തിൽ അദ്ദേഹം അഗ്രഗണ്യനാണ്. അമലുകളുടെ വിഷയത്തിൽ അദ്ദേഹം അങ്ങേയറ്റത്താണ്. ജീവിതത്തിൽ അദ്ദേഹം സൂക്ഷ്മത പുലർത്തിയവരാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, അദ്ദേഹം ഭൗതികമായ ഈ ലോകം മുഴുവൻ അടക്കി ഭരിച്ച് സ്വന്തമാക്കിയപ്പോഴും അതിൻ്റെ അംശമൊന്നും തന്നിലേക്ക് സ്വകാര്യമായി ഉപയോഗിക്കാൻ സന്നദ്ധനായില്ല. ശുദ്ധനായിരുന്നു. ആർക്കും ഉമർ ഇബ്നുൽ ഖത്താബിനെ കുറിച്ചിട്ട് ഒരു പരാതിയും പറയാനില്ല. നമ്മളുടെ ഭാഷയിൽ മനസ്സിലാക്കാൻ വേണ്ടി വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഉമർ എന്ന മഹാനായ ആ മഹാത്മാവ് തൻ്റെ ജീവിത വിശുദ്ധി കൊണ്ട് പടച്ചവനെ സ്വന്തമാക്കിയപ്പോൾ പടച്ചവൻ ഉമറിന് ഈ പടപ്പുകളൊക്കെ സ്വന്തമാക്കി കൊടുത്തു. ഒന്നുകൂടി തെളിച്ച് പറഞ്ഞാൽ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ കേൾക്കാൻ വേണ്ടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ദീനും ജീവിത വിശുദ്ധിയും ഒക്കെ പഠിച്ച ഉമറിനെ പോലത്തെ മഹാത്മാക്കൾ ഈ മാർഗത്തിൽ ജീവിച്ചപ്പോൾ അവർ പട്ടിണി കിടന്നു, കഷ്ടപ്പെട്ടു. അവർ ഉടുക്കാനില്ലാതെ, ഉണ്ണാനില്ലാതെ, വിരിക്കാനില്ലാതെ കഷ്ടപ്പെട്ടു. വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനാണെങ്കിലും മരത്തണലിൽ വിശ്രമിച്ചു. ഇതൊക്കെ ചരിത്രമാണ്, അല്ലാതെ വെറുതെ പ്രസംഗത്തിന് വേണ്ടി പറയുന്ന സംഗതിയല്ല. മരത്തണലിൽ വിശ്രമിച്ചു. അദ്ദേഹം കീറിപ്പറിഞ്ഞ വസ്ത്രം അണിയേണ്ടി വന്നു. നമുക്ക് പരാതിയൊന്നുമില്ല. കീറിപ്പറിഞ്ഞ വസ്ത്രം അണിഞ്ഞു, അതുകൊണ്ട് പരാതിയൊന്നുമില്ല. പക്ഷേ അണിഞ്ഞിരുന്ന വസ്ത്രത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം കാത്തു സൂക്ഷിച്ച ആ വിശ്വാസദാർഢ്യതയും ജീവിത വിശുദ്ധിയും അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിക്ക് ലോകം കീഴ്പ്പെടുന്നതിലേക്ക് നയിച്ചു. ഉമർ എന്ന ഭരണാധികാരി, മുസ്ലിമായ ഭരണാധികാരി, കീറിപ്പറഞ്ഞ വസ്ത്രമിട്ടുകൊണ്ട് ലോകത്തെ ഭരിച്ചപ്പോൾ ഉമറിൻ്റെ അനുയായികളായ അഭിനവ യുഗത്തിലെ മുസ്ലിം ചെറുപ്പക്കാർ അവർക്ക് കീറാത്ത നല്ല വസ്ത്രം വലിയ പൈസ കൊടുത്ത് വാങ്ങി, എന്നിട്ട് ആ വസ്ത്രത്തെ കീറി മുറിച്ചിട്ട് ഫാഷനാക്കുക. ഈ ഫാഷനും കൊണ്ട് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് പറയാം. ഞാൻ ഒരു കച്ചവടക്കാരനാണ്, എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ, റമദാൻ്റെ സീസൺ ആകുമ്പോൾ നമ്മളിങ്ങനെ പർച്ചേസ് ചെയ്ത് കണ്ടെയ്നർ ഇങ്ങനെ കയറ്റാറുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചോണ്ട് നമ്മളിങ്ങനെ ഓരോ ബില്ലും ഇതൊക്കെ വന്നപ്പം ജീൻസ് പാൻറ്റ് അതിൻ്റെ ലിസ്റ്റ് വന്നു. ജീൻസ് പാൻറ്റ്. അപ്പോൾ ജീൻസ് പാൻറ്റ് ഒന്നിന് ഒരു വില, കൃത്യമായ ഒരു വില, വേറെ ഒന്നിന് 10 റുപ്യ കൂടുതൽ. ആ 10 റുപ്യ കൂടുതലുള്ള സാധനം ഞാനെടുത്ത് പരിശോധിച്ചപ്പം അത് കീറി തയ്ച്ചതിന് 10 റുപ്യ കൂടുതലാണ്. 10 റുപ്യ കൂടുതലാണ്. ഞാൻ പറയുന്ന വല്ലതും തിരിയുന്നുണ്ടോ? ബാക്കി നിങ്ങൾക്ക് തിരിയണം. ഞാൻ ചെറിയൊരു ഉദാഹരണം, ബാക്കി നിങ്ങൾക്ക് തിരിഞ്ഞോളാം. കീറി രണ്ടാമത് തുന്നുന്നതിന് 10 റുപ്യ കൂടുതലാണ്. അതെന്താ അതിൻ്റെ പൊരുൾ? അന്നേരം ഞാനിവിടെ കാമ്പസാരി പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ കച്ചവടത്തിൻ്റെ കണക്ക് വയ്ക്കാൻ വേണ്ടിയല്ല ചോദിച്ചത്. ഞാൻ അവരോട് ഇതെന്താ അതിൻ്റെ? അപ്പം പുതിയ ഫാഷനാണ്. സാധാരണഗതിയിൽ പണ്ടൊക്കെ നമ്മൾ വസ്ത്രമെടുക്കാൻ വേണ്ടി പോയാൽ അതിൽ തുന്നൽ വിട്ടിട്ടുണ്ടോ എന്ന് നോക്കും. അവിടെ ഇവിടെ പിഞ്ഞിപ്പോയിട്ടുണ്ടോ, പഴക്കത്തിൻ്റെ പേരിൽ ഇങ്ങനെ പിഞ്ഞിപ്പോയിട്ടുണ്ടോ, ഉറുമ്പരിച്ചതാണോ, എന്താ ഇങ്ങനെ ഒരു ഓട്ട എന്നൊക്കെ നമ്മൾ ചോദിക്കുകയാണ്. അത് വേണ്ട എന്ന് പറയും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഓട്ടയുള്ളതിന് വില കൂടുതലാണ്, ഓട്ടയില്ലാത്തതിന് വില കുറവാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ തമാശ പറയുകയല്ല. ഉമർ എന്ന മഹാത്മാവിൻ്റെ ശരീരത്തിൽ അണിഞ്ഞിരുന്ന വസ്ത്രത്തിൽ അങ്ങിങ്ങായി കുറേ ഓട്ടയുണ്ടായിരുന്നു. ആ ഓട്ടയിൽ ചിലപ്പോൾ തുണിക്കഷ്ണം വെച്ച് തുന്നാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ തോലിൻ്റെ കഷ്ണം കൊണ്ട് വെച്ച് തുന്നി. അതുകൊണ്ടാണ് ഖുത്ബ ഓതിയത്, അതുകൊണ്ടാണ് രാജ്യം ഭരിച്ചത്. പക്ഷേ ലോകം അദ്ദേഹത്തിൻ്റെ കാൽ കീഴിൽ അമർന്നു. എന്തുകൊണ്ടാണ്? ആരോഗ്യം കൊണ്ടല്ല, ആൾബലം കൊണ്ടല്ല, വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഭൗതികമായ ശക്തി വൈഭവം കൊണ്ടല്ല. അള്ളാഹുൽ വിശ്വസിച്ചു, അവൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് ജീവിച്ചു.
ആ ജീവിത വിശുദ്ധിയോടുകൂടി കഴിഞ്ഞുകൂടി അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു പദവിയും അന്തസ്സും നൽകി. ഇന്ന് നമ്മൾ അതൊക്കെ വിട്ടു. ഇന്ന് നമ്മൾ ബാക്കിയുള്ളതിലൊക്കെ വലിയ ആളാകാൻ ശ്രമിക്കുകയാണ്. നമ്മളുടെ വാക്കുകൾക്ക് ഭൂമിയിൽ ഒരു വിലയും നിലയുമില്ല. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ത്യ രാജ്യം ബ്രിട്ടീഷ് കാപാലികന്മാരുടെ ഭരണത്തിൽ അമർന്നിരുന്ന കാലഘട്ടത്തിൽ എഴുതപ്പെട്ട കുറേ ചരിത്ര പുസ്തകങ്ങളിലെ ചില നല്ല വരികളുണ്ട്. അതൊക്കെ നമ്മൾ വായിക്കണം, പഠിക്കണം. അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വായിക്കാൻ കിട്ടൂല. ആ വരികളൊന്നും മുസ്ലിം ചരിത്രകാരന്മാർ എഴുതിയതല്ല. ആ വരികളൊന്നും മുസ്ലിം പ്രഭാഷകന്മാരും മുസ്ലിം പ്രാസംഗികന്മാരും പറഞ്ഞതോ ഉദ്ധരിച്ചതോ അല്ല. വസ്തുതകളാണ്, യാഥാർത്ഥ്യമാണ്. അതിൽ ഇപ്രകാരം ഒരു അധ്യായം നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യ സന്ദർശിച്ചിട്ട് മടങ്ങിപ്പോകുന്ന ഒരു ബ്രിട്ടീഷുകാരനായ സായിപ്പ്, ഇംഗ്ലീഷുകാരൻ, അങ്ങനെയാണ്, ഇംഗ്ലീഷുകാരൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ഇരുന്നു കൊണ്ട് ഇന്ത്യയുടെ അനുഭവങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. ഇന്ത്യയിൽ പോയപ്പോൾ ഉണ്ടായ യാത്രാനുഭവങ്ങൾ. ആ യാത്രാനുഭവങ്ങൾ ഓരോന്നോരോന്ന് പറയുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുകയും സ്വാധീനിക്കുകയും ചെയ്ത ഒരു യാത്രാനുഭവം പറയാമോ, ഓർക്കാൻ വേണ്ടി ഒരു യാത്രാനുഭവം പറയാമോ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഞാൻ ഈ യാത്രയിൽ അജ്മീർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി. അജ്മീറിൽ ഒരു ദർഗ കണ്ടു. ദർഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ അല്ലേ, ഒരു അജ്മീറിൽ ഞാൻ പോയി. അവിടെ ഒരു ശവകുടീരം കണ്ടു. എന്നെ ഏറ്റവും കൂടുതൽ യാത്രയിൽ അത്ഭുതപ്പെടുത്തുകയും സ്വാധീനിക്കുകയും ചെയ്ത ഒരു കാഴ്ചയായിരുന്നു അത്. എന്താണ് അങ്ങനെ? അദ്ദേഹം പറഞ്ഞു, ഒരു മുസ്ലിമീങ്ങളുടെ ആരാധനാലയം പോലത്തെ സ്ഥലമാണ്. അവിടെ ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. ആ മനുഷ്യൻ്റെ ശരീരത്തെ മൂടുന്നതിന് വേണ്ടി തുണികൾ പുതയ്ക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ മുസ്ലിമീങ്ങളും വരുന്നു, ഹിന്ദുക്കളും വരുന്നു, സിഖുകാരും വരുന്നു, ജൈനമതസ്ഥരും വരുന്നു, എല്ലാവരും വരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ കൈകൂപ്പി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോകുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഒരു മനുഷ്യൻ മരിച്ച് മലർന്ന് കടന്ന് ശരീരത്തിൽ മറ്റ് വസ്ത്രം കൊണ്ട് മൂടിപ്പുതപ്പിക്കപ്പെട്ടതിന് ശേഷവും ഈ കിടത്തത്തിൽ കടന്നുകൊണ്ട് അദ്ദേഹം ഇന്ന് ലോകം ഭരിക്കുകയാണല്ലോ എന്ന് ഞാൻ കണ്ടു. ഞങ്ങൾ ബ്രിട്ടീഷുകാർ ഒരു സ്വതന്ത്ര രാഷ്ട്രത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് പല കുതന്ത്രങ്ങളും ആവിഷ്കരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കണ്ട ഒരു സത്യമാണ്, ഒരു വസ്തുതയാണ്, ഒരു മനുഷ്യൻ അവിടെ മരിച്ചു കിടന്നുകൊണ്ട് ലോകം ഭരിക്കുന്നു, ലോകരുടെ മനസ്സിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കിയത്? ഞാൻ ദർഗ പറയാനും ഖബർ സിയാറത്ത് പറയാനും ഇനി അതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്ത് നിങ്ങളുടെ സമയം പാഴാക്കാനും വേണ്ടി ഒന്നുമല്ല ഇത് പറയുന്നത്. ഒരു വസ്തുത പറയാൻ വേണ്ടിയിട്ടാണ്, പ്രിയം, ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അവർ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം, മരിച്ച് മയ്യത്തായി കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടും ആ കിടത്തത്തിൽ കിടന്നുകൊണ്ട് ഈ രാജ്യത്തെ അല്ല, ലോകത്തുള്ള മനസ്സുകളെ അദ്ദേഹം കീഴ്പ്പെടുത്തി അടക്കി ഭരിക്കുന്നു. എന്തുകൊണ്ട് എന്ന് ഞാൻ എന്നോട് ചോദിക്കുമോ, നിങ്ങളോട് ചോദിക്കും, എന്തുകൊണ്ടാണ് അത് സാധിച്ചത്? ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിൻ്റെ ഖബറിനെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം ഇത് പറഞ്ഞതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമ്മളൊന്ന് പഠിക്കണം. നമ്മൾ കറാമത്ത് എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും അർത്ഥതലങ്ങളിലേക്ക് അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോയി നമ്മൾ മോശമാകരുത്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു കറാമത്ത്? മഹാനായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മഹാനായി ഈ ഇന്ത്യ കണ്ടതിൽ വെച്ച് വലിയ ദാഇകളുടെ കൂട്ടത്തിൽ അദ്ദേഹം വലിയ ദാഇയായി. ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ സഹവാസത്തിലും സംസാരത്തിലും പ്രസംഗത്തിലുമൊക്കെയായി തൗബ ചെയ്തു മുസ്ലിമീങ്ങളായി, കലിമ പറഞ്ഞു മുസ്ലിമീങ്ങളായി. ഇന്ത്യയിൽ ചരിത്രം സൃഷ്ടിച്ച ആ മഹാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഭൗതികമായ പലതും സ്വന്തമാക്കാമായിരുന്നു. നമ്മളെപ്പോലത്തെ ഏതെങ്കിലും ഒരു പള്ളി കമ്മിറ്റിക്ക് എന്നെ ഇഷ്ടപ്പെടുമ്പം കമ്മിറ്റി പ്രസിഡന്റിനോ സെക്രട്ടറിക്കോ എന്തെങ്കിലുമൊക്കെ ചെറുങ്ങനെ ഞാനൊരു അനുകൂലം ചെയ്തു കൊടുത്താൽ അവരെനിക്ക് എന്തെങ്കിലും കൈമടക്ക് കൂട്ടിത്തരുമെന്ന പ്രതീക്ഷയൊന്നും ആയിരുന്നില്ല. മറിച്ചോ ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യം കയ്യിലുള്ള മഹ്മൂദ് ഗസ്നവിയെ പോലത്തെ വലിയ വലിയ ഭരണാധികാരികൾ ഈ മഹാത്മാവിൻ്റെ ശിഷ്യഗണങ്ങളിലുണ്ടായിരുന്നു. ഒരു ദിവസം മഹ്മൂദ് ഗസ്നവി എന്ന് പറയുന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിനിധിയെ ഇദ്ദേഹത്തിൻ്റെ അരികിലേക്ക് അയച്ചിട്ട് പറഞ്ഞു, അങ്ങയുടെ സദസ്സിൽ എല്ലാ ദിവസവും 100 കണക്കിന് ആളുകൾ വരുന്നുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് താമസ സൗകര്യം കൊടുക്കണം, അവരിൽപ്പെട്ട പാവങ്ങൾക്ക് എന്തെങ്കിലും കൈമടക്ക് കൊടുക്കണം. അതിനൊക്കെ വലിയ പൈസ ആവശ്യമല്ലേ, വലിയ സമ്പത്ത് ആവശ്യമല്ലേ? നിങ്ങളെപ്പോലത്തെ മൂല്യമാർക്ക് പള്ളി തൊഴിലാളി യൂണിയന് ഇതൊക്കെ എങ്ങനെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റും? നടത്തിക്കൊണ്ട് വലിയ പ്രയാസമല്ലേ? അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു സംവിധാനത്തെക്കുറിച്ചിട്ട് ആലോചിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ ഇന്ന നാട്, അതൊരു പ്രദേശമാണ്, ഒരു പ്രവിശ്യയാണ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തെ ഞാൻ അങ്ങയുടെ പേരിൽ എഴുതിത്തരാം. പ്രതീക്ഷ കേൾക്കുന്നുണ്ടോ? ഞാൻ നോക്കിയതേ, എഴുതി തരാമെന്ന് പറഞ്ഞത് നമ്മളോടാണെങ്കിൽ എന്നാൽ പിന്നെ ആദ്യം അത് എഴുതി, പിന്നെ ബാക്കി വാങ്ങുന്നു പറയാമെന്ന് നമ്മൾ അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെന്ന് അറിയാം. ഒരു സംസ്ഥാനം ഞാൻ നിങ്ങളുടെ പേരിൽ എഴുതി തരാം.
ഒരു സംസ്ഥാനം ഞാൻ നിങ്ങളുടെ പേരിൽ എഴുതി തരാം. അത് വെറുതെ പറയല്ല, ആത്മാർത്ഥമായി പറയാണ്, പൊങ്ങച്ചത്തിന് വേണ്ടി പറയല്ല, ആളെ കാണിക്കാൻ വേണ്ടി പറയല്ല. എൻ്റെ ഒരു ആഗ്രഹമാണ് അങ്ങയുടെ ദീനീ പ്രബോധനത്തിന് ഞാനൊരു സഹായിയാവണം. എനിക്ക് അധികാരമുണ്ട്, സമ്പത്തുണ്ട്, അത് വിനിയോഗിക്കണ്ടേ. അതുകൊണ്ട് ഞാനത് തീരുമാനിച്ചുറച്ചിരിക്കുന്നു, അങ്ങേക്ക് ഞാനത് എഴുതി തരികയാണ് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് മരണത്തിന് ശേഷവും ആ കിടക്കയിൽ കിടന്നുകൊണ്ട് മനസ്സുകളെ അടക്കി ഭരിച്ചു എന്ന് ബ്രിട്ടീഷുകാരൻ സാക്ഷ്യം വഹിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു അവർകൾ മറുപടിയായ നിലയിൽ അദ്ദേഹത്തിന് വിവരം കൊടുത്തത് എന്താണെന്നറിയോ? ഞാൻ ഇതിനേക്കാളും വലിയൊരു ലോകത്തെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്, ആത്മലോകം, ആത്മീയ ലോകം, അള്ളാഹുമായുള്ള എൻ്റെ ബന്ധം. ഞാൻ അള്ളാഹുമായുള്ള ആ ബന്ധത്തെ ദൃഢപ്പെടുത്തുകയും ആ ലോകത്തെ കീഴ്പ്പെടുത്തുകയും ചെയ്തതിന് ശേഷം എനിക്ക് പിന്നെ ഭൂമിയിൽ ഒരു സംസ്ഥാനവും വേണ്ട, ഒരു രാഷ്ട്രവും വേണ്ട, ഒരു രാജ്യവും വേണ്ട, ഒരു പാർലമെൻറ്റ് മെമ്പർഷിപ്പും വേണ്ട, ഒരു അസംബ്ലി മണ്ഡലവും മത്സരിക്കാൻ വേണ്ടി എനിക്ക് തരണമെന്നില്ല, ഇങ്ങേയറ്റം ഒരു പഞ്ചായത്ത് മെമ്പർഷിപ്പ് പോലും എനിക്ക് ആവശ്യമൊന്നുമില്ല. ഞാൻ അതിനേക്കാളൊക്കെ വലിയൊരു ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. ശരിയാണ്, തൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ രാജാക്കന്മാരുടെ ഭാഗത്തു നിന്നും വലിയ വലിയ ഓഫറുകൾ വന്നപ്പോഴും ആ ഓഫറുകളൊന്നും മനസ്സിൽ തട്ടാതെ അള്ളാഹുൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് എനിക്ക് അള്ളാഹു മതിയായവനാണ് എന്ന ബോധത്തോടു കൂടി, എനിക്ക് അള്ളാഹു മതിയായവനാണ് എന്ന ബോധത്തോട്, അത് വെറുതെ പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, ആത്മാർത്ഥമായി അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ആ മനസ്സുമായി ജീവിക്കാൻ കഴിഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആളുകളെ അദ്ദേഹത്തിൻ്റെ കാൽ കീഴിൽ കൊണ്ടെത്തിച്ചു എന്നതാണ് ശരി. ഇത് തന്നെയാണ് നമുക്കും സ്വീകരിക്കാനുള്ള മാർഗം. പ്രിയപ്പെട്ടവരെ, ഫസയക്ഫീകഹുമുല്ലാഹ് വഇലാഹുക്കും ഇലാഹുൻ വാഹിദ് എന്ന് പറഞ്ഞാൽ അടുത്ത ആയത്ത് നമ്മൾ സാധാരണ ഓതാറുള്ളത് ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവസ് സമീഉൽ അലീം. സൂറത്തുൽ ബഖറയുടെ വചനം ഫസയക്ഫീകഹുമുല്ലാഹ്. നീ പലജാതി പ്രയാസങ്ങളിലാണ്, വിഷമങ്ങളിലാണ്, ദുരിതങ്ങളിലാണ്, ബുദ്ധിമുട്ടുകളിലാണ്, രോഗങ്ങളിലാണ്, കടങ്ങളിൽ, കഷ്ടപ്പാടിലാണ്, ജീവിത പ്രയാസങ്ങളിലാണ്. ശരിയാണ്, പക്ഷേ ഫസയക്ഫീകഹുമുല്ലാഹ്, ഫസയക്ഫീകഹുമുല്ലാഹ്, ഇതിലൊക്കെ നിനക്ക് നിന്റെ റബ്ബ് മതിയായവനാണ്, അള്ളാഹു നിനക്ക് മതിയായവനാണ്. വഹുവസ് സമീഉൽ അലീം, വഹുവസ് സമീഉൽ അലീം. ആ അള്ളാഹു നിന്റെ ഈ വേദനകളും നൊമ്പരങ്ങളും കരച്ചിലുകളും തേങ്ങലുകളും ഒക്കെ കേട്ടുകൊണ്ടേയിരിക്കുന്നവനാണ്, അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നവനാണ്. അതുകൊണ്ട് അടിമേ, നീ ബേജാറാവണ്ട, നീ വെപ്രാളപ്പെടണ്ട. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഒരാൾ നമ്മളെ അരികിൽ വിളിച്ച് അണച്ചു ചേർത്തുകൊണ്ട് തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ നമുക്ക് എത്ര ആശ്വാസം ഉണ്ടാവും. ഇത് സാധാരണ ആളല്ല പറയുന്നത്, ആകാശഭൂമികളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന രാജാതിരാജനായ രക്ഷിതാവാണ് നമ്മളോട് പറയുന്നത്. ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവസ് സമീഉൽ അലീം, ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവസ് സമീഉൽ അലീം. സമയം ഒരുപാടായി പോയി. അള്ളാഹു നമുക്ക് കേട്ടതിനേക്കാൾ കൂടുതൽ അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ ഓരോ വരികളിലൂടെയും വചനങ്ങളിലൂടെയും വാക്കുകളിലൂടെയും ആദ്യമായി നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തണം, ഈമാനിനെ നേരെയാക്കണം, വിശ്വാസത്തെ നന്നാക്കണം. ആ വിശ്വാസത്തിൽ നമ്മുടെ മുൻഗാമികളുടെ മാതൃകയെ മുറുക്കി പിടിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഹൃദയങ്ങൾ പതറിപ്പോകാതെ, പാളിപ്പോകാതെ, പരീക്ഷണങ്ങളിൽ കാല് വഴുതി പോകാതെ, വിറച്ചു പോകാതെ ഉറച്ചു നിൽക്കാൻ നമുക്ക് പ്രാപ്തി ഉണ്ടാകണം. റമദാൻ കൊണ്ട് നമുക്ക് നേടിയെടുക്കേണ്ട ഏറ്റവും ആദ്യത്തെ സമ്പാദ്യം അതാണ്, നമ്മുടെ ശക്തമായ ഈമാൻ. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും നല്ല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടൊപ്പം നമ്മുടെ അമലുകളിൽ നമുക്ക് സൂക്ഷ്മതയുണ്ടാകണം, ശ്രദ്ധയുണ്ടാകണം. അമലുകളെ നന്നാക്കാൻ ശ്രമിക്കണം, അമലുകളെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും അതിന് തൗഫീഖ് തരുമാറാകട്ടെ. മൂന്നാമതായി ഇൽമു വർദ്ധിക്കണം, അറിവ് വർദ്ധിക്കണം. ആവശ്യമുള്ള നാഫിയായ അറിവ് ഓരോ ദിവസവും അധികരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. അധികരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തണം. ആ അറിവിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.